ഒരച്ഛനെയും കൊണ്ട് നെഞ്ചോലി എടുത്ത് ആശുപത്രി പോകുന്ന സമയത്ത് വണ്ടി വരില്ല അവിടെ. കുറേ നടക്കണം, ഇങ്ങനെ നടന്നിട്ട് രണ്ടുപേർക്ക് ഇങ്ങനെ പോകാമെന്നുള്ള പറ്റില്ല. അച്ഛനെ ഇങ്ങനെ അറ്റാക്ക് വന്നിട്ട് നെഞ്ചുവേദനയായിട്ട് പുള്ളി ഇങ്ങനെ കുഴഞ്ഞാണ് നടക്കണം. അപ്പോൾ വൈഫിൻ്റെയും മോൻ്റെയും തോളിലിങ്ങനെ പിടിച്ച് നടന്നിട്ട് ഒരു പകുതി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് പറയണ്ട. പകുതി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച അച്ഛൻ, മോനെ എന്നെ ഒന്ന് എടുക്കൂടാന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരത്തെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അച്ഛൻ ഇത്തിരി വെയിറ്റുള്ള ആളാണ്. അപ്പോൾ അച്ഛനെ എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ അച്ഛനെ ഒരു എനർജി കയറി അച്ഛനെ എടുത്ത്. പക്ഷേ അച്ഛനെ ഓട്ടോറിക്ഷ സ്റ്റാർട്ടായപ്പോഴേക്കും അച്ഛൻ മരിച്ച്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് പറ്റിയില്ല ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അതെനിക്ക് ഭയങ്കര സങ്കടം വരുന്നത്. അച്ഛൻ മരിച്ചും പോയി. പിന്നെ ഇങ്ങനൊരു വാക്കും അതിനകത്തുണ്ടായിരുന്നു, അച്ഛനൊന്നും എടുക്കൂടാന്ന്. അപ്പോൾ അച്ഛൻ അത്ര അവശതയായിട്ടാണ്, നടക്കാൻ ഒരു സ്റ്റെപ്പ് പോലും പറ്റാണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തും ഉണ്ടല്ലോ അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കുമെന്നൊക്കെ ചോദിക്കുന്നത്. അത് കേട്ടപ്പോൾ പുള്ളി വിതുമ്പിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് വിളിക്കണേര്. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരാൾ, ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ അനിയനും ഞങ്ങളായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട്, ഞാനും അച്ഛനും അമ്മയും അനിയനോട് മിണ്ടൂല, അനിയൻ കല്യാണം കഴിച്ച് അത് ഇൻ്റർകാസ്റ്റിൽ നിന്ന് കല്യാണം കഴിച്ചാലും അത്രേ ഉള്ള പ്രശ്നം. അത് അച്ഛനും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോലെയായിരുന്നു. അച്ഛനും അമ്മക്കൊക്കെ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സിനിമ കണ്ടപ്പോൾ ഞാനും അച്ഛനും പോയി അവരെ രണ്ടുപേരും വിളിച്ചിട്ടും വന്ന് വീട്ടിൽ രണ്ടുപേരും ഉണ്ട്. അവർ രണ്ടുപേരോട് സംസാരിച്ച് അത് ഒന്നും അതെ, അതൊക്കെ അത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ഒരു കാരണം ഉണ്ടായിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഈ സിനിമക്കൊക്കെ സാധിച്ചെന്ന് അതിനകത്ത്